അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയായിട്ടുള്ള കുംഭ എന്ന് പറയുന്ന വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വാട്ടർഫാൾസിൽ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നിറയെ പശുക്കളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ. കാരണം പച്ചപ്പ് നിറയുണ്ട്, അവർക്ക് ആഹാരം കഴിച്ച് നല്ല ആസ്വദിച്ച് നടക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഈ യാത്രയിൽ കൂടുതലും ഉൾഗ്രാമങ്ങളുടെ പ്രദേശങ്ങളിലൂടെ പോകുന്നത്. അപ്പോൾ ഈ അവിടുത്തെ പരിസരവാസികളാണ് ഒറ്റയ്ക്ക് ഈ കുടയോ അല്ലെങ്കിൽ ഈ പറയുന്ന കവറൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ആൾക്കാരെ നിരീക്ഷിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് സർവീസാണ്, നമ്മുടെ കേരള ഗവൺമെന്റ് KSRTC പോലെ അവിടുത്തെ സർവീസാണത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴ ചെയ്ത ദിവസങ്ങളല്ല, നല്ല കുത്തൊഴുക്ക് ഉണ്ടായാലും അറിയാലോ എത്രത്തോളം ശക്തമായ മഴയാണ്. പക്ഷേ ഈ ബ്രിഡ്ജിലോട്ട് കയറുമ്പോൾ നല്ല റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വണ്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മളും പിള്ളേർ എഞ്ചിനും താവിട്ട് പോയി. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഹോട്ടലിൽ നിർത്തി അവിടെ പാവബജി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് പറ്റും. അത് ഒരു സ്പെഷ്യൽ രീതി ഉണ്ടാക്കി തരുന്നത് മഹാരാഷ്ട്രയിലെ ഒരു പ്രഭാത ഭക്ഷണത്തിൽ ഒന്നാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു പറ്റിയ ഹോട്ടൽ തപ്പി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു, അത് പറയാം. അപ്പോൾ തലേ ദിവസം എല്ലാവരും അവിടെ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നോണ്ട് ഒരു ഉറക്കത്തിന്റെ കുറവും ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവരും മൊത്തം എല്ലാവരും ആ ഒരു ഇതിലും ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ മേടിച്ച പൂരിയും പിന്നെ ഇത് ഉരുളൻ കിഴങ്ങും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയത്, പിന്നെ ഇത് പരിപ്പ് കറികളൊക്കെ ഇട്ടേക്കുന്നത്. ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഓക്കെ ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ അവിടുത്തെ ആ ഹോട്ടലിൽ വെറും ചെറ്റയായിരുന്നു. കാരണം അവൻ പറഞ്ഞതിനെ കാട്ടി ഇൻക്രീസ് ചെയ്താണ് നമ്മളുടെ എമൗണ്ട് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ പിള്ളേർ അവരോട്ട് വൈറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ കൂടുതലായിട്ട് സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത് വിട്ട്. കാരണം കൊല്ലത്തുനിന്ന് പോയി മഹാരാഷ്ട്ര ഇടി ഉണ്ടാക്കി എന്നുള്ള പേരും അത് കണക്ക് തന്നെ മഹാരാഷ്ട്രക്കാരെ ഇടി കൊല്ലത്തുനിന്ന് കൊണ്ടെന്നുള്ള പേര് വേണ്ടെന്നുകൊണ്ട് നമ്മളവിടെ വിട്ടു അത് കൊടുത്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണ കുംഭ വാട്ടർഫോൾസിന്റെ ആ ഒരു ഏരിയ എത്തി. അപ്പോൾ ഈ കാണുന്ന മരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടുന്ന് അകത്തോട്ട് പോകുന്നവരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് ഇതിൽ പോകണം എഴുതി നോട്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ ഇവന്മാരെന്ത് ചെയ്ത് കസാരയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു രസീകുറ്റിയൊക്കെ അടിച്ച് ഒരു 10 രൂപയാണ് രസീകുറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കിളവെന്ന് പറയണ 600 രൂപ വേണോ? അപ്പം നമ്മളത് കൊടുക്കില്ല. അപ്പം അവരുമായിട്ട് സംസാരം കുറെ നേരം ഒരു 10 മിനിറ്റോളം അവിടെ ഇട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മഹാരാഷ്ട്രയിലെണ്ണം മറാഠിയിലൊക്കെ തകർത്ത് പൊളന്ന് വെച്ചെന്തായാലും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറൊരു വണ്ടി എന്ന് നേരെ വിട്ടുപോയി. അപ്പൊ പിന്നെ എന്നാ പിന്നെ എടുത്തോ ഉള്ള ഒരു 200 രൂപ കൊടുത്ത് പോവാന്ന് വിചാരിച്ചപ്പോ അവൻ 600 രൂപ തന്നെ. ഒരു കാര്യം ചെയ്തു, നമ്മൾ ഒരു 10 പൈസ കൊടുത്തില്ല, വണ്ടി നേരെ വിട്ട് മേളിലേക്ക് പോയി. പലതരത്തിൽ ശക്തമായിട്ടുള്ള വെള്ളം ഒഴുക്കുണ്ട്. അപ്പൊ ഇത് ഉരുൾപൊട്ടുമെന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. അന്വേഷിച്ചപ്പം ഇല്ല, നല്ല പാറയുള്ള സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി പൊട്ടുമെന്നും അറിയത്തില്ല. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്പോട്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് നല്ല ശക്തമായ മഴ പെയ്യുന്നത്, അത് വൈപ്പറിന്റെ ആ സ്പീഡ് നോക്കേണ്ട അറിയാലോ എത്രത്തോളം ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു മലയുടെ അപ്പുറത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു തുരങ്കം വരുന്നുണ്ട്, ഏതാണ്ട് ഒരു 100-200 മീറ്ററോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോ 7 മിനിറ്റോ കൊണ്ട് എടുത്ത് ഈ തുരങ്കം കഴിഞ്ഞ് അപ്പുറം ചെല്ലാനായിട്ട്. ഈ 5 മിനിറ്റ് 7 മിനിറ്റ് എടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ റോഡ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വണ്ടി ആ രീതിയിൽ പോയത് കൊണ്ടാണ് അത്രയും എടുത്തത്. എന്നാലും നല്ല ഒരു ദൂരമുണ്ട് ഈ ഒരു തുരങ്കത്തിന്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടി ഒരു ഗ്രാമത്തിന്റെ ഉള്ളിന്റെ ഭാഗത്ത് ചെന്നു. അപ്പോൾ അവിടെ കുറെ വീട് അങ്ങനത്തെ ഓരോ സംവിധാനങ്ങളൊക്കെ കണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർ എങ്ങനെ ഇവിടെ ജീവിക്കുന്ന ഒരു പിടുത്തമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ പെട്ടിക്കട പോലും അവിടെ കാണാനില്ല. കിലോമീറ്ററോളം നമ്മൾ വണ്ടി വിളിച്ചതും വണ്ടിയും കാണാനില്ല. നമ്മൾ വന്ന വണ്ടി പിന്നെ അല്ലാതെ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന അങ്ങുഞ്ഞത്തുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ കുറെ ഡയലോഗൊക്കെ അടിച്ച് തള്ളി വിടുന്നുണ്ട്. പക്ഷെ ഈ മഴയുടെ സൗണ്ട് കരുതി ഒരു കുട്ടിയെ കേൾക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്താ ഈ ചിരിച്ചോണ്ട് റിവേഴ്സ് പോണ എന്താ പുള്ളിക്കാരനാണ് നമ്മുടെ കോർഡിനേറ്റർ. പിന്നെ എൻ്റെ കൂടെ ട്രാവലറിന്റെ ഫ്രണ്ടിൽ ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരാണ് ഇത് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കൂട്ടിയിട്ട് പോയത്. ഓക്കെ, ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ രീതിയിലും ആ ഭംഗിയിലൊക്കെയാണ് ഓരോ
ചരിത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അതായത് നമ്മളെ ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ അവരുടേതായ ശൈലിയിൽ എല്ലാത്തിനും ഗോപുരം നല്ല ഹൈറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ചെന്ന വേറെ രീതി ഒരുപാട് കൊത്തുപണികളൊക്കെയാണ്. നമ്മളെ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു പഴമത്തം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ഇതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു വ്യൂ. കാരണം ഫുള്ള് നല്ല ഗ്രീനറി, നമ്മളെ കണ്ണ് ചിമ്മിപ്പിക്കും. അമ്മാതിരി ഗ്രീനറി ആയിരുന്നു. അതേപോലെ തന്നെ മഴ, ശക്തമായ മഴ, അതിന്റെ കൂടെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം കോട്ടിന്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ചൂട് കൊണ്ട് എന്നാൽ നല്ല തണുപ്പായിട്ടുള്ള രീതിയിലുള്ള നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഉഗ്ര ക്ലൈമറ്റ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ എന്ന് പറയുന്നത് തൂത്തുക്കുടിയിൽ നമ്മളൊരു ചങ്കാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇനിയിപ്പോ ക്യാമറ പിടിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും നമ്പർ 1 ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് കുംഭെ വാട്ടർഫോൾസ്. Come on guys, നമുക്ക് പോകാം. വ്യൂ പാരുங்க மக்களே, வேற லெவலான വ്യൂ. இங்க ராவணோட ஷூட்டிங் ஆஃப் ஆகி மாதிரி இருக்கு. மக்களே, நம்ம போற இடம் கும்மே. இங்க 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 இந்த ரோட்டா அங்கடா போறாரு ரைட். வாங்க வாங்க வாங்க, இந்த வியூ கிட்டும் அண்ணா இறங்கிட்டு இருக்காரு. எவ்வளவு கஷ்டமான இடம். நம்மளோட ட்ரக்கிங்கோட முத நாள் முடிஞ்சு, இப்போ 2வது நாள் எங்க இங்க 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 பாருங்க மக்களே, இது கும்பே இல்ல, கும்பையோட சின்னது. அங்க அண்ணா முன்னாடி போங்க. தமிழ், மலையாளம், கன்னடா, இங்கிலீஷ், ஹிந்தி எல்லாம். இது கும்பு மாத்தியா அங்க மாமா. அதான் காசு. இந்த இடத்துல சீல் எடுத்து எப்படி பாருங்க. அதான் கண்டிப்பா இன்ஜுரிஸ் டு ஹெல்த். അപ്പോൾ ഇത്ര ഞാൻ ക്യാമറ പിടിച്ച് സഹായിച്ച നമ്മുടെ തമിഴ് മുറ ഇതാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇറങ്ങിയ നല്ല കുത്തിറക്കമാണ്. അവിടെ മെയിലി ആളിരുന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്താണ് താഴോട്ട് ഇറങ്ങുന്നത്. ഈ കാണുന്ന പോലെ നല്ല ഇറക്കമാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ നിൽക്കുന്നതിന്റെ സൈഡിൽ കൊക്കയാണ്, പക്ഷെ ഒരു സ്ലോപ്പ് പോലത്തെ ഒരിതാണ്. സോമനൊന്ന് അങ്ങനെ അവസാനം ഡാൻസ് പഠിപ്പിച്ച് ലിച്ചുണ്ടൻ മാമ്പഴം മൂവിയില്ല വെള്ളാട്ട് പോക്കറില്ല ആ സ്റ്റെപ്പിൽ അങ്ങ്. അപ്പോൾ നമ്മൾ ആര് സഞ്ചരിക്കാത്ത വഴിയിൽ കൂടെ നടന്നു പോകണം എന്നാണ് നമ്മുടെ കോർഡിനേറ്ററുടെ നിർദ്ദേശം. അത് പാലിച്ചാണ് കൂടെ പോകുന്നത്. മോൻ നോക്കിയാൽ കിട്ടും.
ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവരെ കാണുന്നവർ കണ്ടോ. കാരണം അവിടെ ഒരു ഹോളുണ്ട് കേട്ടോ, അതിൽ കാലിടല്ലേ. ഇപ്പം അറിയാൻ പറ്റും. നോക്കി ആ ബാക്ക്. എന്റെ ശിവനെ, അവിടെ ചവിട്ടുമ്പോ ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ എന്റെ എരിപ്പ് തരാം. ഇയാളെ വീഡിയോ കാഴ്ചകളുടെ വിസ്മയം തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങോട്ട് പോവാ? ഇത് ചാടാലോ? ഇത് എന്ത് ഒന്നുമില്ല, വഴി പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുക. ആർക്കടോ നോക്കാം പെണ്ണുവേ നോക്കണൊക്കെ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ കൊണ്ടുപോയാണ്. മുള്ളാണ്. ആ കമ്പിൽ പിടിച്ചാൽ പക്ഷെ ആ വള്ളി പിടിക്കരുത്, മുള്ളാണ്. വന്നോ വന്നോ നടന്നോ നടന്നോ. കൊല്ലാനുള്ള പരിപാടി. സൂക്ഷിക്കാം വാ, സൂക്ഷിക്കണം. മുള്ളാണ് ബ്രോ, മുള്ളു 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 മുള്ളു. കവർ കയറും. ഇറങ്ങാൻ പറ്റോ? എന്താ ഇറങ്ങാൻ പറ്റാ? ഇതെല്ലാം മുള്ളറേ കംപ്ലീറ്റ് മുള്ള. അവിടെ ഇറങ്ങാൻ പറ്റില്ല. എടുത്താണ് എടുത്ത് ഒന്ന്. എനിക്ക് അപ്പോഴേ തോന്നി. നമ്മളാരും ആ താഴത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? മുള്ളില്ല, നെഗുണ്ട്. അല്ല ഇവിടെ ഉണ്ട്, നോക്ക്. ആ കേറിയിട്ടുണ്ട്. അതിൽ രക്തമൊന്നല്ലോ, ഇനി കാണത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? കിട്ടിയാ പുള്ളിത് കിട്ടിക്കോളൂ. അമ്മാരെ പോയോ? പക്ഷേ ആളുടെ ഇവിടുത്തെ കാട്ടിയും കുറെ ഇവിടുത്തെ കാട്ടി വ്യൂ അവിടെ കിട്ടുന്നു. അവിടെ ആൾക്കാർ പറയുന്നു കോട്ടയം അവിടെ വാരിസ് മൂവില് വിജയ് കൊണ്ടുവന്ന ബൈക്ക് സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ട് ഒരു ഭയങ്കര ആക്ഷൻ കാണിക്കില്ലേ? അതുകൊണ്ട് ആ കാണുന്ന ആ കുഴിയുടെ അവിടെ നിന്നാണ് സൂമാവൂരുടെ ഗോപ്രയ്ക്കകത്ത് സൂമാവല. ആ വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്. ഫുള്ള് പോകാണ്, ഒന്നും കാണാൻ പറ്റും. ഓക്കെ എവിടെ മൊത്തം പുകയാണല്ലോ. എന്താണ് അതേപോലുള്ള കണ്ടീഷനാണ്. അത്രയും മൈൻഡ് ഉള്ളവർക്ക് മാത്രം എത്തിച്ചേർന്ന ഒരു വീരപുരുഷൻ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ആ വീരത്തെ കാണിക്കാൻ നിർത്തുന്നതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങാനുള്ള കൺസെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗ്രൂപ്പിന്റെ ലീഡർ. പുള്ളിക്കാരനാണ് ഇതിന്റെ എല്ലാ ബൈക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഞാൻ ആ വ്യൂ പോയിന്റിൽ പോയി മരണപ്പെട്ടാൽ സച്ചിൻ സുമൻ ഉത്തരവാദി അല്ല. കറക്റ്റായിട്ട് കിട്ടി നീ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ആ റെഡി ആക്ഷൻ. ഞാൻ ആ വ്യൂ പോയിന്റിൽ പോയി മരണപ്പെട്ടാൽ ഉത്തരവാദി സച്ചിൻ സുമൻ മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിവര കാര്യങ്ങളൊക്കെ പറയുന്നത് മഹാരാഷ്ട്ര റായ്ഗഡ് ജില്ലയിലെ മങ്കാവ് താലൂക്കിലാണ് കുംഭ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സമീപകാലത്ത് ഒരു സോഷ്യൽ മീഡിയ റീൽസ് വൈറലായതിനെ തുടർന്നാണ് പ്രധാന സഞ്ചാര കേന്ദ്രമായി മാറിയത്. നിരവധി അപകടകരമായ ഒരു വ്യൂ പോയിന്റുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പം നമ്മളെ കൂടെ വന്ന ടീമുകൾ അവിടെ ഇറങ്ങി. വിജയണ്ണ വാരിസ് സിനിമയിൽ ബൈക്ക് കൊണ്ടുവന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. സത്യത്തിൽ ഞാനത് അവിടെ പോയി ആ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ എൻഡിലേക്ക് പോയി. പതിയെ കുത്തനെ കിടക്കുന്ന ഒരു താഴ്ചയിൽ നിന്ന് ആ ഒരു വരമ്പ് പോലത്തുള്ള പ്രദേശത്തേക്കാണ് നടന്ന് പോവേണ്ടത്. അപ്പം സത്യത്തിൽ അത് എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ അവിടെ ഇറങ്ങിപ്പോയതിൽ ഒന്നും പറ്റാതെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം റിസ്ക്കാണ്. 99% നമ്മുടെ കാല് സ്ലിപ്പാവാൻ ചാൻസ് ഉള്ള സ്ഥലം കൂടിയാണ്. അത് മഴ പെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും ഈ ഒരു സ്ഥലം കണ്ടെത്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരിക്കലും ഇറങ്ങാൻ ശ്രമിക്കുകയേ ചെയ്യരുത്.
അപ്പോൾ ഒരു അപകടം മുമ്പുണ്ടായെന്ന് പറഞ്ഞാൽ 2024 യാത്ര സംബന്ധമായിട്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി ഈ സ്ഥലത്ത് വീണ് മരണപ്പെടുന്നുണ്ടായി. ഏതാണ്ട് 27 വയസ്സും പ്രായമുള്ള ഒരു പെൺകുട്ടി, ആൻവി കംദാർ എന്ന് പറയുന്നതാണ് കുട്ടിയുടെ പേര്. ലക്ഷക്കണക്കിന് പേര് ഫോളോവേഴ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഏതാണ്ട് നല്ല ആഴത്തിലേക്ക് പോയി 8 മണിക്കൂർ ശേഷമാണ് ആ കുട്ടിയെ പുറത്തെടുത്ത് ജീവനുണ്ടായിരുന്നെങ്കിലും 3-4 മണിക്കൂർ ചെയ്തെങ്കിൽ മാത്രം നല്ലൊരു ഹോസ്പിറ്റലിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പോയി കാണുന്നവരൊക്കെയാണ് ഈ കുറേ അപകടത്തിൽ വന്ന് വീഴുന്നത്. നമ്മൾ സത്യത്തിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നമ്മൾ ഇറങ്ങാൻ പാടുള്ളതല്ല. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മൂവിക്കകത്ത് പറ്റിയതുപോലെ ആർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി ഒന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമ്മൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുക. ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് പവറാക്കി തരിക. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നല്ല സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.